ല്ലോ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രില്യൻറ്റിലെ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലും കൺട്രോൾഡ് ഹോസ്റ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് കേട്ടോ. മോട്ടിവേഷൻ എന്നും ഉണ്ടല്ലോടാ, എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനല്ലേ ചെയ്യുന്നത്. അതായത് ബേസിക്സും പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഒന്നും ഇല്ലാത്ത ഒരാൾ ബ്രില്യൻറ്റിൽ പോയിട്ട് കാര്യമുണ്ടോയെന്ന്. കൈനറ്റിക് തിയറിയോ തെർമോസ്റ്റാറ്റിക്സോ ഒക്കെ കൂടെ കയറിയെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ ആ ഒരു 1-2 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് പഠിപ്പിക്കുന്നതും പിന്നെ എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള സമയം കിട്ടും. പക്ഷെ അങ്ങോട്ടങ്ങോട്ട് ചെല്ലും തോറും ഈ പോർഷൻസ് ടൈറ്റ് ആവൂടാ. ചിലപ്പോൾ ഇലക്ട്രോസ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യണം. കാരണം ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ നിങ്ങളുടെ മെസ്സേജസിന് ഒന്നും റിപ്ലൈ തരുന്നില്ല, യൂട്യൂബിലെ കമൻറ്റിനും റിപ്ലൈ തരുന്നില്ല, ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അത്യാവശ്യം ഒത്തിരി റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട്, ഒന്നും കാണുന്നില്ല. എടാ എനിക്ക് കുറച്ച് ബിസിയായിപ്പോയി. എനിക്ക് ഇടയ്ക്ക് ഈ ഒരു വീക്ക് കുറച്ച് പ്രസൻറ്റേഷൻസ് ഒക്കെ വന്നു. പിന്നെ ഇന്നലെ ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു. അപ്പം നമ്മളല്ലേ ജൂനിയേഴ്സിന് വേണ്ടിയിട്ട് പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലായിപ്പോയി. പിന്നെ കുറേ പേര് എന്നെ ഇഷ്ടമായതുകൊണ്ട് ഈ കോളേജിലോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സീനിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേറെ ലെവലാണ് കേട്ടോ. നല്ല പണിയൊക്കെ തരും കേട്ടോ. ഫ്രഷേഴ്സ് ഡേക്ക് ഇന്നലെ ഒത്തിരി പിള്ളേർക്ക് നല്ല പണിയൊക്കെ കൊടുത്തു. ചിലവരൊന്നും ഇപ്പോൾ കണ്ടിട്ട് ചിരിക്കുന്നു പോലും ഇല്ല. എന്നുവെച്ചാൽ ഇതൊക്കെ കാണത്തുള്ളടാ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണത്തുള്ളൂ. ഇപ്പം ഞങ്ങൾക്കാണെങ്കിലും ഫസ്റ്റ് ഇയറിലൊക്കെ കിട്ടിയ റാങ്കിങ്ങേ ഇപ്പോഴും ഓർമ്മയുള്ളൂ. നല്ലതായിട്ട് ഇപ്പം കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നവരൊന്നും നമ്മൾ ഓർക്കൂല. എന്നുവെച്ചാൽ അങ്ങനെ സംസാരിക്കത്തില്ലെന്നല്ല, ഞാൻ എല്ലാവരോടും നല്ല കമ്പനിയാണ്. ഇന്നലെ കുറച്ച് പണിയൊക്കെ കൊടുത്തതിന് ശേഷം കമ്പനി ആയിട്ടുള്ളവർ പോലും ചിരിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ഫ്രഷേഴ്സ് ഡേ അല്ലേടാ, ഇതൊക്കെയാണ് ഒരു എൻജോയ്മെൻറ്റ്. അപ്പോൾ ഒത്തിരി മെസ്സേജസ് വന്ന് കിടപ്പുണ്ട്. ഞാൻ നോക്കിയപ്പം ഇതിനൊക്കെ ഇൻഡിവിജ്വലി റിപ്ലൈ കൊടുക്കാനാണെങ്കിൽ തന്നെ എനിക്ക് വയ്യടാ. ഒത്തിരി അത് തന്നെയും പിന്നെയും സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ. ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രില്യൻറ്റിലെ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലും കൺട്രോൾഡ് ഹോസ്റ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് കേട്ടോ. അപ്പോൾ അത് പറയാം. പിന്നെ കുറേ പേര് എനിക്ക് 2025 ആസ്പിറൻസിന് വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എടാ അത് നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറ. അതായത് ഒരു സീരീസ് പോലെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യണോ എന്തോ എനിക്കിത് മനസ്സിലായില്ല. അതിനൊരു 10 ലൈക്കോളം ഉണ്ട്. നമ്മുടെ ചാനൽ അറിയാമല്ലോ, ഒരു കൊച്ചു ചാനൽ. അതിന് 10 ലൈക്ക് എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പം ചേച്ചി 2025 ആസ്പിറൻസിന് വേണ്ടിയുള്ള മോട്ടിവേഷനും സ്റ്റഡി പ്ലാനും ചെയ്യുമോ? മോട്ടിവേഷൻ എന്നും ഉണ്ടല്ലോടാ, എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തുവാ സ്റ്റഡി പ്ലാൻ കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറയുമോ? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണേ. പിന്നെ ലോഗി എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ബേസിക്സ് ആൻഡ് പ്രോബ്ലംസ് സോൾവിങ് സ്കില്ല് ഒട്ടുമില്ലാത്തവർ ബ്രില്യൻറ്റിൽ പോയിട്ട് കാര്യമുണ്ടോയെന്ന്. അതായത് ബേസിക്സും പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഒന്നും ഇല്ലാത്ത ഒരാൾ ബ്രില്യൻറ്റിൽ പോയിട്ട് കാര്യമുണ്ടോയെന്ന്. എടാ ശരിക്കും പറഞ്ഞാൽ ബേസിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഓരോ ചാപ്റ്ററിൻ്റെ ബേസിക്സ് ആണെങ്കിൽ അതെന്തായാലും അവിടെ പഠിപ്പിക്കും. പിന്നെ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ അതൊക്കെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതൊക്കെ വലിയ കാര്യമില്ലടേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ആ ഒരു ടാലൻറ്റ് വേണം കേട്ടോ. എളുപ്പം തന്നെ ചെയ്യാനുള്ള വലിയ ഡെസിമൽസിൻ്റെയൊക്കെ റൂട്ട് എടുക്കാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾ പേടിക്കണ്ട. ഇപ്പോൾ ചിലപ്പം ഇപ്പം ബേസിക്സിൻ്റെ കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഡെസിമലിൻ്റെ റൂട്ടും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ അതാണ് ബേസ്. പിന്നെ വേറെ ഓരോ ചാപ്റ്ററിൻ്റെ ബേസ് ടീച്ചേഴ്സ് പഠിപ്പിക്കും. പിന്നെ കുറച്ച് സീനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെ ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ വിചാരം നമ്മളെന്തോ PG എടുക്കാൻ പോവുക ഇതിനകത്തൊക്കെ, എന്നിട്ട് നമ്മൾ ഓൾറെഡി UG എല്ലാം കഴിഞ്ഞിരിക്കുക, ആ ഒരു രീതിയിലായിരിക്കും അവർ പഠിപ്പിക്കുന്നത്. ചിലവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബ്രില്യൻറ്റിൽ കൂടുതലും നല്ല യങ്സ്റ്റേഴ്സാണ് ടീച്ചേഴ്സൊക്കെ. അപ്പോൾ അവർ വലിയ സീൻ കാണത്തില്ല. ഈ ഇത്തിരി പ്രായക്കൂടുതലുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ. ബ്രില്യൻറ്റിൽ ഫിസിക്സിൽ തന്നെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന സാറെന്ന് പറയുന്നത് വെറും നിലത്തു നിന്നാണ് പഠിപ്പിക്കുന്നത്. നല്ല രീതിയിൽ പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് അതും വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലടാ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും ഇപ്പോൾ വലിയ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കാണത്തില്ല. സ്റ്റേറ്റ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ. കാരണം നമുക്ക് 11th 12th കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ 1+2 വരെ കാൽക്കുലേറ്ററിൽ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പം ഇതിന് മുന്നേ എന്ത് സ്കില്ലുള്ളവരാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട. നമ്മൾ ചെയ്ത് അത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ബ്രില്യൻറ്റിൽ ചെല്ലുമ്പം ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടീസ് കാണും. പക്ഷെ നമ്മൾ ചെയ്തങ്ങ് റെഡി ആവുകടാ. ഇപ്പോൾ തന്നെയും പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ പറ്റത്തില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി മെഡിസിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കാൽക്കുലേറ്റർ ഒക്കെ വേണം. അതിന് കാൽക്കുലേറ്റർ ഒരു ദിവസം വീട്ടിലായിരുന്നു എൻപോസ്റ്റിംഗ് എക്സാമിന്. നമ്മൾ കൈകൊണ്ടൊക്കെ ചെയ്തങ്ങ് എടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല. എന്ത് കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റായിട്ട് കൈകൊണ്ട് ചെയ്യാം.
അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കണ്ടടാ, പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ അങ്ങ് വന്നോളും. കാരണം നമ്മൾ ഇപ്പോൾ ബ്രില്യൻറ്റിലെ 40 ക്വസ്റ്റ്യൻസ് അവർ മെറ്റീരിയൽസിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ലല്ലോ, നമ്മൾ അത്യാവശ്യം ഒത്തിരി ക്വസ്റ്റ്യൻസ് തന്നെ വർക്കൗട്ടും കൂടെ ചെയ്യുന്നില്ലേ, അപ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ട, പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ നിങ്ങൾക്ക് വന്നോളും, തനിയെ വന്നോളും. 4-5 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടിക്കോളും. അതിനെപ്പറ്റി ഇപ്പം വലിയ കാര്യമായിട്ട് ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ ഗ്രാജുവലി ശരിയാവുന്ന കാര്യമാണ്. സൗണ്ടിനൊരു ചെറിയ മാറ്റമുണ്ട്. ഇന്നലെ അമ്മാതിരി കീറി പൊളിക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര ലൈഫിൽ ഇത്ര അടിച്ചു പൊളിച്ചൊരു ഫ്രഷേഴ്സ് ഡേ ഇല്ലായിരുന്നു. ശരിക്കും സീനായിരുന്നു ഗൈസ്. അപ്പോൾ അതാണ് അവിടെ കിടന്ന് കൂവിൻ്റെയാണ് സൗണ്ട് മൊത്തം അടിച്ചു പോച്ച്. അപ്പോൾ അങ്ങനെ പിന്നെ വീണ്ടും ചോദിച്ചേക്കുന്നത് അർച്ചന, ബ്രില്യൻറ്റിലെ റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യാവോ? എടാ, നിങ്ങൾ സ്റ്റഡി പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാണെന്ന് ഒരു ചെറിയൊരു ഐഡിയ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ ധനലക്ഷ്മി ചേച്ചി, എനിക്ക് 70% മാർക്കേ ഉള്ളൂ, എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു മോട്ടിവേഷൻ താ. എടാ, 70%ഓ 90%ഓ ശരിക്കും പറഞ്ഞാൽ അതിനകത്തിൽ കാര്യമില്ല. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണെങ്കിലും കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 11th 12th നല്ല രീതിയിൽ അറിഞ്ഞു പഠിച്ചവർക്ക് മാത്രമേ ഇപ്പോൾ ഈ പെർസെൻറ്റേജ് കൊണ്ട് കാര്യമുള്ളൂ. അല്ലാത്തവരെല്ലാം ഒരുപോലെയാണ്. അല്ലാതെ എക്സാംസിന് വേണ്ടി പഠിച്ച് 98 മേടിച്ച ആളും 99 മേടിച്ച ആളും 70 മേടിച്ച ആളും ഒക്കെ ഒരുപോലെയാണ്. കാരണം നമ്മുടെ രണ്ടിൻ്റെയും പാറ്റേൺ വ്യത്യാസമാണ്. നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുന്നതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവാണ്, ഇതെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം കാണും. എന്തായാലും ടീച്ചേഴ്സ് നല്ല രീതിയിൽ ക്ലാസ് എടുക്കും. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നൊരു രീതിയിൽ തന്നെ ആയിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും ഓർമ്മ കാണത്തില്ല. നമ്മൾ പഠിച്ചതും ആ ഒരു ലെവലിലല്ലല്ലോടാ. നമുക്കിപ്പം നമ്മുടെയൊക്കെ ഫിസിക്സിൻ്റെ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഇത്രയും ക്വസ്റ്റ്യൻസിനകത്ത് ഒരു 2-3 പ്രോബ്ലം ചോദിക്കുമായിരിക്കും. അതും സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്രയും നല്ല ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന തിയറി അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ശരിക്കും ഇല്ല. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് അബൌട്ട് സെമി കണ്ടക്ടേഴ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ, അങ്ങനെയൊക്കെയല്ലേ സെമി കണ്ടക്ടറിൽ ചോദിക്കുന്നത്. പക്ഷേ നീറ്റിന് വരുമ്പോഴത്തേക്കും മൊത്തവും വേറെ തന്നെ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട, എനിക്ക് ഇത്ര പെർസെൻറ്റേജ് മാർക്കേ ഉള്ളൂ, എനിക്ക് ഇത്ര ഉള്ളൂ, അതൊന്നും ഇല്ലടാ. മാർക്ക് മേടിച്ചവർക്കും മേടിക്കാത്തവർക്കും എല്ലാം കണക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. അവിടെ ചെല്ലുമ്പോൾ തുടക്കം മുതലേ നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നെന്നുള്ള രീതിയിൽ ഇതും കൂടെ ഹാർഡ് വർക്ക് ചെയ്താൽ മതി. മറ്റേ അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഓർമ്മ കിട്ടും, പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ചാൽ മതി. തുടക്കം മുതൽ നല്ല അറ്റൻറ്റീവായിട്ടിരുന്ന് നമ്മുടെ ഫുൾ 100% കൊടുത്ത് പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ. പിന്നെ വീണ്ടും ധനലക്ഷ്മി തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ചേച്ചി ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നു, അപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് സാറന്മാർ വന്ന് ക്ലാസ് എടുക്കുമോ? എടാ, അതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എല്ലാ മൺഡേയും ഫിസിക്സിലൊരു ചാപ്റ്റർ, കെമിസ്ട്രിയിലൊരു ചാപ്റ്റർ, ബയോയിലൊരു ചാപ്റ്ററാണ് നമുക്ക് എക്സാം വരുന്നത്. അതായത് എല്ലാ വീക്ക്ലി ടെസ്റ്റിന്. അപ്പോൾ നമുക്ക് ഒരാഴ്ച ഫുൾ ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ 3 ചാപ്റ്റർ മാത്രം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്കില്ലല്ലോ. അപ്പോൾ വേറെ ടീച്ചേഴ്സൊക്കെ കയറും. ഇപ്പം നിങ്ങൾക്കിപ്പം മൺഡേ എക്സാം ഉള്ളത് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, ഇന്നൊരു മൺഡേ ആണെങ്കിൽ ഇന്നേ പറയും നിങ്ങൾക്ക് അടുത്ത മൺഡേയിലെ എക്സാമിൻ്റെ ടോപ്പിക്സ്. അപ്പോൾ നിങ്ങൾക്ക് സെമി കണ്ടക്ടർ ആയിരിക്കും അടുത്ത മൺഡേ എക്സാം. എന്ന് വെച്ചാൽ സെമി കണ്ടക്ടർ മാത്രമായിരിക്കത്തില്ല ആ വീക്കിൽ ക്ലാസ് എടുക്കുന്നത്. ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കയറി എടുക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ തുടക്കത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സെമി കണ്ടക്ടർ ഒന്നും തുടക്കത്തിൽ വരത്തില്ല. തുടക്കത്തിൽ സിമ്പിൾ ചാപ്റ്റേഴ്സൊക്കെ വരത്തുള്ളൂ. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനും അങ്ങനെയൊക്കെ. എന്നിട്ട് ഈ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ്റെ ഒക്കെ കൂടെ ചിലപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് അല്ലല്ലോ, മറ്റേ കൈനറ്റിക് തിയറിയോ തെർമോസ്റ്റാറ്റിക്സോ ഒക്കെ കൂടെ കയറിയെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ ആ ഒരു 1-2 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് പഠിപ്പിക്കുന്നതും പിന്നെ എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള സമയം കിട്ടും. പക്ഷെ അങ്ങോട്ടങ്ങോട്ട് ചെല്ലും തോറും ഈ പോർഷൻസ് ടൈറ്റ് ആവുക. ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും മറ്റേ നമ്മുടെ ബയോയിലൊരു ടഫ് ഫോട്ടോസിന്തസിസ്, കെമിസ്ട്രിയിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ടഫായിട്ട് കയറി വരും. ഓർഗാനിക്കിൽ ഹൈഡ്രോ കാർബൺ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ 3 നല്ല രീതിയിൽ പഠിക്കാൻ തന്നെ സമയം കിട്ടത്തില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഡെയിലി എടുക്കുന്നത് പഠിക്കാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് സമയം കിട്ടത്തില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വായിച്ചെങ്കിലും വിടണം. കാരണം ഇപ്പോൾ ആ ഒരു വീക്ക് നമുക്ക് അതിൻ്റെ എക്സാം വന്നില്ലെങ്കിലും പിന്നീട് വരത്തില്ലേ, അന്നേരം നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയയും കാണത്തില്ല അതിനെപ്പറ്റി. ആ ഒരു സമയത്തെന്ന് പറയുമ്പോഴത്തേക്കും വേറെ സബ്ജക്റ്റിൻ്റെ എൻ്റയർലി ഡിഫറെൻറ്റ് സബ്ജക്ട്സിൻ്റെ ക്ലാസ്സൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും വിടാൻ നോക്കുക. നിങ്ങൾ വീക്കിലി എക്സാമിൻ്റെ ടോപ്പിക്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് പറയേണ്ട കാര്യം, ചേച്ചി ബ്രില്യൻറ്റിൽ എക്സാം നോക്കണമെന്നൊക്കെ കുറേ പേര് ചോദിക്കും. എടാ, അത്യാവശ്യം നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു മോട്ടിവേഷന് വേറെ ഒന്നുമില്ല. ഈ വീക്കിലി എക്സാമിൻ്റെ മാർക്ക് നല്ല കുറവാണെങ്കിൽ നിങ്ങൾ എത്ര തന്നെ വേറെ രീതിയിൽ സെൽഫ് എഫേർട്ട് ഇടുന്നുണ്ടാവും, നിങ്ങൾ വേറെ ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് അങ്ങ് പോകും. നമുക്ക് നമ്മളോട് തന്നെ ചിലപ്പോൾ ഈ അടുത്തിരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ പ്രോഗ്രസ് കാർഡിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു നാണക്കേട് തോന്നും. അപ്പം നിങ്ങൾ പരമാവധി വീക്കിലി എക്സാമിൻ്റെ ടോപ്പിക്സ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ. നമ്മളൊരു ഗെയിം എന്നുള്ള, എൻ്റെ അമ്മ എപ്പോഴും പറയും, നമ്മളൊരു ഗെയിം എന്നുള്ള സെൻസിലെടുക്കുക. ഇപ്പോൾ 10 മാർക്ക് മേടിച്ചാൽ അടുത്ത പ്രാവശ്യം 15 മാർക്ക് മേടിക്കാൻ നോക്കുക. അങ്ങനെ ഒരു ഗെയിം സ്പിരിറ്റിൽ അങ്ങ് എടുത്തെടുത്ത് പോയാൽ മതി.
അനാവശ്യമായിട്ടുള്ള ടെൻഷനൊന്നും തലയിൽ തള്ളി കയറ്റാനേ പോകരുത് കേട്ടോ. കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാമല്ല. അപ്പോൾ അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും വേറെ ചാപ്റ്റേഴ്സൊക്കെ കയറി എടുക്കും. അപ്പോൾ നിങ്ങൾ എന്താ നോട്ട് എഴുതിയൊക്കെ പോവുക. പറ്റുവാണെങ്കിൽ അന്നത്തെ ദിവസം അതൊന്ന് വായിക്കുക. പിന്നെ വീക്കിലി എക്സാമിൻ്റെ ടോപ്പിക്സിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതത്രേ ഉള്ളൂ. പിന്നെ ഫാത്തിമ ചോദിച്ചിരിക്കുന്ന ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ് നല്ലതാണോ, ബേസ് മുതൽ എടുക്കുമോ? എടാ, എൻ്റെ അനിയത്തി എന്ന് പറയുന്നത് ഞാൻ ആകെ ഓഫ്ലൈൻ മാത്രമേ പോയിട്ടുള്ളൂ. രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. എൻ്റെ അനിയത്തി ശാലു അവൾ ഓഫ്ലൈനും ചെയ്തിട്ടുണ്ട് ഓൺലൈനും ചെയ്തിട്ടുണ്ട്. അവൾ പറയുന്നത് ഓൺലൈൻ ക്ലാസ് ആണ് ഓഫ്ലൈനെക്കാട്ടി ഇത്രയും കൂടെ ബെറ്റർ എന്നാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഓരോ സൗകര്യമല്ലേ, ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചിലപ്പം ചില സാഹചര്യങ്ങളിൽ ഇത്തിരി ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോർഷൻ അങ്ങ് കയ്യിൽ നിന്ന് പോകും. ഓൺലൈൻ ആകുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണേൽ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് കാണാം. അങ്ങനത്തെ കുറേ ഇതുണ്ടല്ലോ. അവൾ കൂടുതലും ലൈവ് ക്ലാസ് കാണത്തില്ലായിരുന്നു, അവൾ റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു കൂടുതലും കാണുന്നത് കേട്ടോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് മോശമൊന്നുമല്ല, ബേസ് മുതൽ എടുക്കൂ. കാരണം ബേസ് മുതൽ എടുക്കുകയാണ്. ഓൺലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ അതെന്ന് വെച്ചാൽ ഓൺലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ആർക്ക് വേണേൽ കാണാമല്ലോ. ഇപ്പോൾ ഓഫ്ലൈൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം ക്ലാസ്സിൽ 65 പിള്ളേരുണ്ടെങ്കിൽ ആ 65 പിള്ളേർക്കല്ലേ അറിയാൻ പറ്റും. പേരൻസിന് യാതൊരുവിധ ഐഡിയ അതിനെപ്പറ്റി കാണത്തില്ല. പക്ഷേ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഈ പിള്ളേർക്ക് ടീച്ചേഴ്സ് നന്നായിട്ട് പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പഠിപ്പിക്കുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പേരൻസിനെ വരെയോ അല്ലെങ്കിൽ ടീച്ചിങ് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സിനെയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടല്ലേ. ഞാൻ ഒരു ഫാക്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് ആയിരിക്കുമല്ലോ ഇത്തിരി കൂടെ കിടിലൻ. നല്ല ഫാക്കൽറ്റീസിനെ ഇട്ട് തന്നെ ആയിരിക്കും ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്. അപ്പം അതും ബേസ് മുതലൊക്കെ പഠിപ്പിക്കും. അതൊന്നും സീനില്ല. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ബ്രില്യൻ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അവരങ്ങനെ അവരുടെ ഒരു ഫെയിമും കാര്യങ്ങളൊന്നും അവരങ്ങനെ വിട്ട് കളിക്കത്തില്ല. നല്ല രീതിയിൽ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അവർ പഠിക്കുന്ന പിള്ളേരെ മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആളുകൾ പറയും. വേറെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ അവരെ ഇങ്ങനെ തകർക്കാൻ വേണ്ടി പറയും. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ പഠിക്കുന്ന പിള്ളേരെ എടുക്കുന്നുണ്ട്. ആ പഠിക്കുന്ന പിള്ളേരുടെ വിവരം കാണണമെങ്കിൽ നിങ്ങൾ ബ്രില്യൻറ്റിൽ പോയിരുന്ന് പഠിക്കണം. അവിടെ 99% മേടിച്ച് വന്ന ഒരാൾക്കും ഒന്നും അറിയത്തില്ല, 90 മേടിച്ച ഒരാൾക്കും ഒന്നും അറിയത്തില്ല. നമ്മളെല്ലാം ഫസ്റ്റ് ടൈം കേൾക്കുന്ന പോലെ ആയിരിക്കും. കാരണം അതാണ് ഈ നീറ്റിൻ്റെയും സാധാ നമ്മുടെ എക്സാംസിൻ്റെയും വ്യത്യാസം. അത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. അപ്പം അതൊന്നും സീനില്ല, നല്ല രീതിയിലൊക്കെ പഠിപ്പിക്കും. ഫിസിക്സ് ന്യൂമറിക്കൽസ് ക്ലാസ്സിൽ ചെയ്യിക്കൂ. എല്ലാം നല്ല രീതിയിൽ ചെയ്തു തരും. ചില ടീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡിൽ കാൽക്കുലേഷൻ വരെ ചെയ്തു തരും. ചിലവരെന്ന് പറയുമ്പോഴത്തേക്കും അവർ ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ അവിടെ വരെ എത്തിയിട്ട് നിങ്ങൾ ചെയ്തിട്ട് ആൻസർ പറയാൻ പറയും. ശരിക്കും അത് നല്ലതാട്ടോ. ഇപ്പം ചെയ്തിട്ട് ആൻസർ പറയാൻ ചിലവർക്കൊരു ത്വരയായിരിക്കും. ഫസ്റ്റ് ചെയ്തിട്ട് ആൻസർ വിളിച്ച് പറയണോ അങ്ങനെയൊക്കെ. നിങ്ങൾ എപ്പോഴും ആ ഒരു സ്പിരിറ്റിലിരിക്കണം. നമ്മളിപ്പോൾ വിളിച്ച് പറയുന്ന ആൻസർ തെറ്റാണോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എന്ന് വെച്ചാൽ ഇപ്പം ക്ലാസ്സിലിരിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്ത് വിളിച്ച് പറയണമെന്നല്ല. ഇങ്ങനെ ഇപ്പോൾ ടീച്ചേഴ്സ് ചില പ്രോബ്ലംസ് ഒക്കെ തന്നിട്ട് നിങ്ങളോട് ആൻസർ പറയാൻ പറയുമ്പോൾ നിങ്ങൾ നല്ല അറ്റൻറ്റീവായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ വിളിച്ച് പറയുക. അതൊക്കെ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുക്കുക. അഥവാ തെറ്റിയാൽ തെറ്റി, ചെയ്തല്ലോ. നമ്മൾ ചെയ്യാതെ ചുമ്മാതെ ബാക്കി സാറ് ചെയ്യുന്നത് നോക്കി ഇരിക്കുമൊന്നും അല്ലല്ലോ. അങ്ങനെയെങ്കിലും ഓർത്ത് സമാധാനിക്കുക. ഇനിയിപ്പോൾ അഥവാ തെറ്റിപ്പോയാൽ. അപ്പോൾ അതേ ഉള്ളൂ. ഇനി അടുത്ത റസിയ ചേച്ചി, ബ്രില്യൻ ടീച്ചേഴ്സൊക്കെ എങ്ങനെയായിരിക്കും? നമ്മളുടെ ലെവൽ ഇറങ്ങി പഠിപ്പിക്കുമോ? ചിലതിനൊക്കെ ബേസിക്സൊക്കെ മറന്നുപോയി, സോ ഒരു പേടി. അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ ലെവലിൽ തന്നെ ഇറങ്ങി പഠിപ്പിക്കും. കുറച്ച് ഈ സ്ട്രെങ്ത് കൂടുതലായതിൻ്റെ വല്ല ഡിഫിക്കൽട്ടീസ് വന്നാലേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. അവർ എല്ലാവർക്കും പരമാവധി മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അവരവരുടെ 100% ഇട്ടായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സീനൊന്നും ഇല്ലടാ. അവർ നല്ല ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞ പോലെ ചില ഏജ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സേ ഉള്ളൂ ഒരു സീന്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1-2 ഒക്കെ വന്നാലേ ഉള്ളൂ. എല്ലാവരും ഇല്ല, ചിലവർ കുറച്ച് ഇതാണ്. അവരെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാവുന്നവരാണ്. നമ്മളിനിയിപ്പം കുറച്ച് 2-3 ക്വസ്റ്റ്യനും കൂടെ ചെയ്താൽ ഇപ്പം നീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനത്തെ രീതിയിൽ വന്ന് ക്ലാസ് എടുക്കും. അപ്പോൾ അതേ ഉള്ളൊരു സീൻ. അതൊക്കെ കുറച്ച് ക്ലാസ്സേ ഉള്ളൂ. അങ്ങനെയുള്ള ക്ലാസ് അഥവാ ഇപ്പോൾ വന്നാൽ തന്നെ നമുക്ക് വേണേൽ ഓൺലൈനിലുള്ള റെക്കോർഡഡ് ക്ലാസ്സൊക്കെ കാണാമല്ലോ. നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ ഓഫ്ലൈൻ ഒരു ക്ലാസ് മിസ്സായാലും ഒന്നും ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ സമയത്ത് അത് ടെൻഷനാണ്. കാരണം പോയത് തന്നെ പിന്നെ കിട്ടത്തില്ല. നിങ്ങൾക്കെന്ന് പറയുന്നത് ഓഫ്ലൈൻ ജോയിൻ ചെയ്യുന്ന പിള്ളേർക്ക് മറ്റേ ലാപ്പിൽ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ് ഒക്കെ കിട്ടും. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു സീനും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലിൽ ഫോൺ അലൗഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോൺ അലൗഡാണ്, പക്ഷേ സ്മാർട്ട് ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മറ്റേ നോക്കിയയുടെയൊക്കെ കുത്തി വിളിക്കുന്ന ഫോണില്ലേ, ചെറിയ ഹാൻഡ്സെറ്റ്, അത് മാത്രമേ നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതും എന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരാഴ്ചയിൽ ചിലപ്പോൾ 3 ദിവസമൊക്കെ നമുക്ക് ഫോൺ കിട്ടത്തുള്ളൂ. അതും ഇപ്പം 7 to 8 ഒക്കെ ആയിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കാനും ചിലപ്പോൾ അത്രേ സമയം കാണത്തുള്ളൂ. 6 to 8 അങ്ങനെ ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനും ഫോൺ വിളിക്കാനും കൂടെ അത്ര സമയം കിട്ടത്തുള്ളൂ. സ്മാർട്ട് ഫോൺ അലൗഡ് അല്ല. പിന്നെ ചില ഹോസ്റ്റലിൽ പറ്റും. ഇനി അത് ഏതൊക്കെ ഹോസ്റ്റലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കുറേ പേര് ചോദിച്ചേക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്, ചേച്ചി സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലെയും കൺട്രോൾഡ് ഹോസ്റ്റലിലെയും ഡിഫറൻസ് എന്തുവാണെന്നാണേ. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലും ഉണ്ട്, ബ്രില്യൻറ്റിൽ കൺട്രോൾഡ് ഹോസ്റ്റലും ഉണ്ട്.
ഞാൻ പറയാം. നമുക്ക് ബ്രില്യൻറ്റിലെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഈ ക്ലാസ് എടുക്കാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആളുകളാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ക്ലാസ് ടീച്ചർ ചിലപ്പം നമ്മളെ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കും, ചിലപ്പോൾ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കും. പക്ഷേ ബ്രില്യൻറ്റിലെന്ന് പറയുമ്പോഴത്തേക്കും ക്ലാസ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം, അതായത് നിങ്ങളുടെ മാർക്ക്, നിങ്ങളെങ്ങനെ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അഥവാ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഐക്കർ വിളിക്കുമോ, ഐസർ വിളിക്കുമോ, ആപ്ലിക്കേഷനൊക്കെ വിളിക്കുമ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരിക, അങ്ങനത്തെ ഉള്ളവരായിരിക്കും നമ്മുടെ നോൺ ടീച്ചിങ് സ്റ്റാഫ്. അവർ നമ്മുടെ അവർക്കും ഇപ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് അവരോട് ചെന്ന് പറയാൻ പറ്റും. അന്നേരം നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഒരു ക്ലാസ് ടീച്ചറുണ്ട്, അത് നോൺ ടീച്ചിങ് സ്റ്റാഫായിരിക്കും. ചില ക്ലാസ്സിൽ ടീച്ചിങ് സ്റ്റാഫും വരും. കൂടുതലും ഈ ക്ലാസ് ടീച്ചേഴ്സ് ലേഡീസ് ആയിരിക്കും കേട്ടോ, ടീച്ചർമാരായിരിക്കും. അന്നേരം ഈ ബ്രില്യൻറ്റിൻ്റെ നോൺ ടീച്ചിങ് സ്റ്റാഫ് വാർഡനായിട്ട് വരുന്ന ഹോസ്റ്റലാണ് നമ്മുടെ കൺട്രോൾഡ് ഹോസ്റ്റൽ. കൺട്രോൾഡ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രില്യൻറ്റിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിരിക്കും വാർഡനായിട്ട് വരുന്നത്. മനസ്സിലായോ? സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്റ്റലാണ്. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തെന്ന് പറയുമ്പോഴത്തേക്കും ബ്രില്യൻറ്റ് ഹോസ്റ്റലും ഉണ്ടായിരുന്നു, പ്രൈവറ്റ് ഹോസ്റ്റലും ഉണ്ടായിരുന്നു. ബ്രില്യൻറ്റ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം 95% മാർക്ക് എബോവ് ഉള്ളവർക്ക് കിട്ടുന്നതും, പ്രൈവറ്റ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ബാക്കിയുള്ള പിള്ളേർക്ക് കിട്ടുന്നതുമാണ്. 90% മുതൽ അവിടെ അഡ്മിഷൻ ഉണ്ടല്ലോ, അന്നേരം 90 to 95 പോകുന്നത് ഈ ഇതുപോലെയുള്ള പ്രൈവറ്റ് ഹോസ്റ്റലിലോട്ടായിരിക്കും. പക്ഷേ ഇപ്പം ബ്രില്യൻറ്റ് അത്യാവശ്യം പിള്ളേർ കൂടുന്നത് കൊണ്ടും ചില ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ കിട്ടുന്നത് കൊണ്ടും അവിടെയുള്ള പ്രൈവറ്റ് ഹോസ്റ്റലിനെ മൊത്തം ബ്രില്യൻറ്റിൻ്റെ കീഴിലാക്കി. മറ്റേന്ന് പറയുമ്പോഴത്തേക്കും ഓരോ പ്രൈവറ്റ് ഹോസ്റ്റലും ഓരോ ഫീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലായിടത്തും, അതായത് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലും കൺട്രോൾഡ് ഹോസ്റ്റലിലും എല്ലാം എന്താക്കി, സെയിം ഫീസും സെയിം ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി. ഫുഡെന്ന് പറയുമ്പം മെനു ആയിരിക്കും സെയിം, ഫുഡ് ചിലപ്പോൾ സെയിം ആയിരിക്കത്തില്ല. ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ഹോസ്റ്റലിൽ ഇപ്പോൾ എമറാൾഡ്, മാരിഗോൾഡ്, കുറുമുണ്ട, പേള്, അങ്ങനത്തെ ചില നടുത്തൊട്ടിൽ അവിടുത്തെ ഹോസ്റ്റലിലൊക്കെ മാരിഗോൾഡ് എന്ന് പറയുന്ന ഹോസ്റ്റലിൽ ഉണ്ടാക്കുന്ന ഫുഡായിരിക്കും പോകുന്നത്. ബാക്കി എല്ലാ ഹോസ്റ്റലും അവർ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ മെനു സെയിം ആയിരിക്കും. മെനു എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസം എല്ലാ ഹോസ്റ്റലും പുട്ട് അങ്ങനെയല്ലടാ, ഇപ്പോൾ പറയുന്നത് എല്ലാം കൊടുക്കണം. അതായത് 3 ദിവസം ചിക്കൻ, അപ്പം 2 ദിവസം ഫിഷ്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബ്രില്യൻറ്റിലെ ഹോസ്റ്റലിൽ എല്ലാ ദിവസവും ഫിഷൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മെനുവും കാര്യങ്ങളൊക്കെ സെയിം ആക്കി എല്ലാം ഒറ്റ ഫീസ് സ്ട്രക്ചറിൻ്റെ അടിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ്. അന്നേരം കൺട്രോൾഡ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രില്യൻറ്റിലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിരിക്കും വാർഡനായിട്ട് വരുന്നത്. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈവറ്റ് ഹോസ്റ്റലാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്റ്റലാണ്, ഇപ്പോൾ ബ്രില്യൻറ്റിലെ കീഴിലാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ കൺട്രോൾഡ് ഹോസ്റ്റലും സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് കൺട്രോൾഡ് ഹോസ്റ്റലിൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത്രയും കൂടെ ഡയറക്റ്റ് അത് ഒരു ബ്രില്യൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ആരെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞതുപോലെ ആയിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ പിള്ളേരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്നത് കാരണം ഇപ്പോൾ നമ്മളെ അവർ പഠിക്കാൻ സമ്മതിച്ചില്ലെങ്കിലോ നമ്മുടെ അലാം എടുത്ത് ഓഫ് ചെയ്താലോ ഒക്കെ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. അവർ ചെയ്യുമെന്ന് അങ്ങനെ നമുക്ക് അത്ര ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഓരോ ഹോസ്റ്റലനുസരിച്ച് വ്യത്യാസം കാണും. അപ്പോൾ അതാണൊരു വ്യത്യാസം. സാധാരണ നമ്മൾ വെളിയിൽ നിൽക്കുന്നതും നമ്മൾ ഒരു കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്നതും പോലുള്ള ഡിഫറൻസ് കാണും. കുറച്ചിതുണ്ടടാ, എന്നാലും അത്ര ഇതൊന്നും അല്ല കേട്ടോ. ഒത്തിരി പേരും ചിലപ്പോൾ ചില നല്ല മാർക്കുള്ള പിള്ളേർ ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലിൽ മൊത്തം പഠിക്കുന്ന പിള്ളേരാണ്, ടെൻഷൻ ആവുന്നതൊക്കെ പറഞ്ഞ് വെളിയിലത്തെ ഹോസ്റ്റലൊക്കെ പോയി നിൽക്കാറുണ്ട്. അപ്പോൾ അത് ഓരോ ഹോസ്റ്റലിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ അത്ര മോശമൊന്നും അല്ല കേട്ടോ. അപ്പം അങ്ങനെ അത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അങ്ങനെ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ഹോസ്റ്റൽ തന്നെയാണ് ബെറ്റർ. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ സ്റ്റാഫിൻ്റെ തന്നെ ഇതുള്ളതല്ലേ, ഫുഡും കാര്യങ്ങളൊക്കെ ഇത്രയും കൂടെ ബെറ്റർ അവിടെ ആയിരിക്കും. പിന്നെ അതും ഡിപ്പെൻസ് ആണ്. ഓരോ ഹോസ്റ്റലിൽ ചിലപ്പം നമ്മുടെ കൺട്രോൾഡ് ഹോസ്റ്റലിനെക്കാട്ടിലും നല്ല ഫുഡുള്ള സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഡീൽ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. 2025 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്റ്റഡി പ്ലാൻ ചെയ്യുമെന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുക, ഞാൻ അതിനനുസരിച്ച് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ശരിയാടാ, ടാറ്റാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറ. ഇന്ന് മുതൽ ഞാൻ കുറച്ച് ആക്റ്റീവായിരിക്കും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരും. പഴയ കമൻസിനൊരു റിപ്ലൈ എന്തായാലും ഈ വീഡിയോ ആയിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഇതൊരു റിപ്ലൈ ആയിട്ട് കൂട്ടുക. ഇനി വരുന്ന കമൻസിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇൻസ്റ്റയിൽ വരുന്ന എല്ലാ റിക്വസ്റ്റും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ശരിയാടാ, പഠിക്കുന്ന കോഴ്സ് MBBS ആയതുകൊണ്ടാണ്, കുറേ ഉണ്ടല്ലോ, കുറച്ചൊക്കെ. എന്നാൽ തന്നെയും ഞാനൊരു മടിച്ചിയാ, എന്നാലും പണിയൊക്കെ വരും. ശരിയാടാ, ടാറ്റാ.
അപ്പോൾ എടാ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങി നമ്മളിപ്പോൾ 28K അടിച്ചു. ഇതുവരെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അങ്ങനെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യണം. കാരണം എന്താണ്, സ്നിംസിലെ യൂട്യൂബറാണ്, അതിലുപരി 21 ബാച്ചിലുള്ള ഒരാളാണ്. എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്നിംസിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്, ഡീറ്റോക്സ് സ്നിംസ്. അതിൽ 2 വീഡിയോസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ആ 2 വീഡിയോസ് ഞാൻ നിങ്ങളെ ഇങ്ങനെ സൈഡിലായിട്ട് കാണിക്കാം. എല്ലാവരും കയറി ലൈക്ക് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഡോക്ടർ യൂണിക്കിൽ നിന്ന് വന്നതാണെന്നും കൂടെ കമൻറ്റ് ഇട്ടോ. അങ്ങനെയെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവരൊന്ന് മനസ്സിലാക്കിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇത് കാണുന്നവർക്ക് പറ്റുവാണെങ്കിൽ അങ്ങനത്തെ ഹെൽപ്പ് എനിക്ക് വേണ്ടി ചെയ്യുക കേട്ടോ. എടാ നിങ്ങളുടെ നീറ്റൊന്നും അല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ അത്യാവശ്യം നിങ്ങളെല്ലാവരും ഇത്തിരി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവിടെയൊക്കെ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. പറ്റുവാണെങ്കിൽ എൻ്റെ പേരും കൂടെ പറഞ്ഞോ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെന്ന് അവർക്കൊന്ന് തോന്നിക്കോട്ടെ. അപ്പോൾ ശരിയടാ, ടാറ്റാ.